നാരായണ ഗുരു കേരളത്തിന് പുറത്ത് മംഗലാപുരത്ത് സ്ഥാപിച്ച ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം ഇപ്പോഴും അനാചാരങ്ങൾക്കെതിരെ രഥയാത്ര നടത്തുന്ന ക്ഷേത്രമായി തല ഉയർത്തി അവിടെ നിൽക്കുന്നു എന്ന നല്ല കാര്യമാണ് മാതൃഭൂമി അതിൻ്റെ 1-ാം പേജിലെ സചിത്ര വാർത്തയിലൂടെ നമുക്ക് തരുന്നത്. അനാചാരങ്ങളെ തൂത്തെറിഞ്ഞ് വിധവകൾ ദേവരഥം വലിച്ചു പൂജ ചെയ്യുകയും ചെയ്തു. ദുശകുനങ്ങളൊക്കെപ്പെട്ട ദുർദിനങ്ങളെ എന്നേക്കുമായി അവർ വിസ്മരിച്ചു. പുണ്യദിനത്തിൽ ദേവിയുടെ രഥം കൂട്ടമായി വലിച്ചെഴുന്നള്ളിച്ചു. ദീപാവലി ദിനത്തിൽ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയിൽ ആയിരക്കണക്കിന് വിധവകൾ ദേവിക്ക് പൂജ ചെയ്യുകയും ചെയ്തു. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ മംഗലാപുരത്തെ കുത്രോളി ഗോകർണനാഥ ക്ഷേത്രത്തിലാണ് ചരിത്രപരമായ ഈ ആചാര വിപ്ലവം. ഭർത്താവ് മരിക്കുന്നതോടെ കർണാടകത്തിൽ സമൂഹത്തിലെ എല്ലാ മംഗളദിനങ്ങളും നിഷേധിക്കപ്പെട്ട ആയിരക്കണക്കിന് വിധവകളാണ് ക്ഷേത്രത്തിലെത്തിയത്. ഏറെ ആദരവോടെ ക്ഷേത്രാധികാരികൾ അവരെ സ്വീകരിച്ചു. എല്ലാവർക്കും സാരിയും ബ്ലൗസും പ്രസാദവും നൽകി ദക്ഷിണ കൊടുത്തു, കുങ്കുമവും അണിയിച്ചു. അതിനുശേഷമാണ് രഥം വലിച്ച് ഈ അനാചാരങ്ങളുടെ മേലൂടെ അവർ രഥത്തിൻ്റെ ചാടുകൾ ഉരുട്ടി കയറ്റിയത്. ഇപ്പോഴും കർണാടകത്തിൽ വിധവകളുടെ സ്ഥിതി ഇതാണ്. അവിടെ ഏതെങ്കിലും നിലവാരത്തിൽ രക്ഷ വേണമെങ്കിൽ അവിടെ നാരായണ ഗുരു സ്ഥാപിച്ച ക്ഷേത്രം തന്നെ അതിന് അഭയം നൽകുന്നു എന്നത് ചരിത്രപരമായി നമുക്ക് അഭിമാനത്തോടെ ഓർക്കാവുന്ന ഒരു കാര്യവുമാണ്. യുവമോർച്ചക്കാർ കോഴിക്കോട് ഒരു ഹോട്ടൽ തകർക്കുകയുണ്ടായി. തകർത്തു എന്നതല്ല, സാധാരണ രാഷ്ട്രീയ വൈരം വെച്ച് തകർക്കുകയൊക്കെ സ്വാഭാവികമാണ്, പുതിയ കാര്യമൊന്നുമല്ല. കേരളത്തിലെ രാഷ്ട്രീയ സമരങ്ങളുടെ ചരിത്രമെടുത്ത് നോക്കിയാൽ. പക്ഷേ അതൊന്നുമല്ല, മറിച്ച് സദാചാരം കാത്ത് സംരക്ഷിക്കാനാണ് യുവമോർച്ചക്കാർ അക്രമവുമായി ഇറങ്ങി പുറപ്പെട്ടത്. ആ വാർത്ത ദേശാഭിമാനി 1-ാം പേജിൽ തരുന്നു. സദാചാര പോലീസ് ചമഞ്ഞ് യുവമോർച്ചക്കാർ ഹോട്ടൽ തകർത്തു. അതിൻ്റെ വിശദാംശങ്ങൾ വായിക്കുക. അങ്ങേയറ്റം കൗതുകരമാണ്. കൗതുകരമെന്ന് പറഞ്ഞാൽ വളരെ പ്രാക്തനമായ രീതിയിൽ മനുഷ്യബന്ധങ്ങളെ നോക്കിക്കാണുകയും തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നവരെ അടിച്ചോടിക്കുകയും ചെയ്യുന്ന സംഘപരിവാരത്തിൻ്റെ ഒരു ശൈലിയുണ്ടല്ലോ. മംഗലാപുരത്തൊക്കെ നാം അത് കണ്ടതാണ്. ആ ശൈലി അതുപോലെ തന്നെ മുസ്ലിം തീവ്രവാദ സംഘടനകൾ ചമയുന്ന സദാചാര പോലീസ് നാടകമുണ്ടല്ലോ. അതിനെയൊക്കെ നാണിപ്പിക്കുന്ന, അതിശയിപ്പിക്കുന്ന ഈ കാര്യം കാണുക. സദാചാര പോലീസ് ചമഞ്ഞെത്തിയ യുവമോർച്ചക്കാർ കോഴിക്കോട് നഗരത്തിൽ ഹോട്ടലടിച്ച് തകർത്തു. PT ഉഷ റോഡിലെ ഡൗൺ ടൗൺ റെസ്റ്റോറൻ്റാണ് വ്യാഴാഴ്ച പകൽ 11:15 തകർത്തത്. റെസ്റ്റോറൻറ്റുകൾ കേന്ദ്രീകരിച്ച് അനാശാസ്യം നടക്കുന്നതായി ഒരു ചാനലിൽ വാർത്ത വന്നതിന് പിന്നാലെയാണ് അക്രമം. വിദ്യാർത്ഥികൾക്ക് അടുത്തിടപഴകുന്ന ദൃശ്യങ്ങളാണ് ചാനലിൽ ഉണ്ടായിരുന്നത്. റെസ്റ്റോറൻറ്റിലെ ദൃശ്യങ്ങളും ചാനൽ നൽകി. അതിന് പിന്നാലെ 20ഓളം യുവമോർച്ചക്കാർ പ്രകടനമായി എത്തി. പ്രകടനം കണ്ട് ഭയന്ന ജീവനക്കാർ ഷട്ടർ താഴ്ത്തുന്നതിനിടെ യുവമോർച്ചക്കാർ ഇരച്ചു കയറി. ഹോട്ടലിനകത്തുള്ള കസേരകളും മേശകളും പൂർണ്ണമായി നശിപ്പിച്ചു. ഇഷ്ടിക, കല്ല്, കൊടികെട്ടാൻ ഉപയോഗിച്ച വലിയ വടി, കമ്പിപ്പാര എന്നിവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഏകദേശം സമാനമായ ഒരാക്രമണമാണ് മംഗലാപുരത്തെ വാലന്റൈൻസ് ഡേ കമിതാക്കളുടെ ദിവസത്തെ അന്നും ഇതേപോലെയുള്ള ആളുകൂടി സംഘം നടപ്പാക്കിയത് നമുക്കറിയാം. സത്യത്തിൽ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ വളർന്നു വരുന്ന ഒരു പുതിയ ഇടത്തരക്കാരുടെ, അംബീഷ്യസായ ഇടത്തരക്കാരുടെ, ധാരാളം പണമുള്ള ടെക്കികളെ പോലെയുള്ള ജോലി ചെയ്യുന്ന ഇടത്തരക്കാരുടെ പുതിയൊരു ലോകം വളർന്നു വന്നിട്ടുണ്ട്. അവരുടെ മൂല്യബോധം വളരെ വലുതാണ്, വളരെ വ്യത്യസ്തമാണ്. ഒരുപക്ഷെ സദാചാര രംഗത്തും മറ്റു രംഗങ്ങളിലും കേരളം സൂക്ഷിച്ചിരിക്കുന്ന പഴയ പല മൂല്യങ്ങളും തള്ളിക്കളയുന്ന ജനവിഭാഗമാണ് അവർ. കാരണം അതൊരു അന്തർദേശീയ ജനതയാണ്. അത്തരം പരിഗണനകൾ ഒന്നും കാണിക്കാതെ ഇതിൻ്റെ പുറത്തേക്ക് വന്ന ദൃശ്യങ്ങളുണ്ട്, പുറത്തു വരാതെ നിർത്തിയിട്ടുള്ള ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങളും ഈ ഉള്ളവന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊന്നും തന്നെ സത്യത്തിൽ കാമുകനെ ചുംബിക്കുമ്പോൾ ഈ ലോകം മാറുന്നു എന്ന് കവിത രംഗത്ത് നിൽക്കുമ്പോഴാണ് ചുംബനങ്ങൾ കാണുമ്പോൾ അരിശം കൊണ്ട് യുവമോർച്ചക്കാർക്ക് ഹാലിളകുന്നത്. നന്നായി ചുംബിക്കാൻ അറിയാത്തവർ ചുംബനം കാണുമ്പോൾ ഹാലിളകുക സ്വാഭാവികം മാത്രം. കേരളത്തിലെ കോൺഗ്രസിൽ സുധീരൻ ഇഫക്റ്റ് ഇപ്പോൾ എത്രയാണുള്ളത്? അതേ സംബന്ധിച്ചൊരു വാർത്ത മംഗളം കണ്ണാടിപ്പുറത്ത് തരുന്നു. സുധീരൻ കേരളത്തിൻ്റെ KPCC പ്രസിഡൻ്റായി അവതരിപ്പിക്കപ്പെട്ട ആ നാളുകളിൽ വലിയ വലിയ പ്രതീക്ഷയായിരുന്നു കോൺഗ്രസ്സുകാർക്കും പത്രക്കാർക്കും കോൺഗ്രസ് പാർട്ടിക്ക് പുറത്തുള്ളവർക്കും ഒക്കെ ഉണ്ടായിരുന്നത്. കാരണം അദ്ദേഹം ധീര വീര സുധീരനാണ്, മാത്രമല്ല സംശുദ്ധ ഭരണത്തിൻ്റെ പ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിയും എന്നൊക്കെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. കോൺഗ്രസ് അതിൻ്റെ തെരഞ്ഞെടുപ്പുകളിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകുമ്പോൾ സുധീരൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കോൺഗ്രസിൽ ഒരു നോക്കുകുത്തിയുടെ മാത്രം
അവസ്ഥയാണോ മംഗളം ഒരു അന്വേഷണാത്മക രീതിയിൽ തന്നെ ഒരു വാർത്ത നമുക്ക് തന്നിരിക്കുന്നു. സുധീരൻ്റെ ചിത്രമടക്കം. സുധീരൻ്റെ നിർദ്ദേശത്തിന് പുല്ലുവില. പഞ്ചായത്തുകളിൽ ശിഷ്ടകാലവും AI ഗ്രൂപ്പുകൾ പങ്കുവയ്ക്കും. അതായത് തെരഞ്ഞെടുപ്പ് പേരിന് വരും, AI ഗ്രൂപ്പുകൾ പങ്കുവെച്ച് അത് കൈക്കലാക്കുകയും ചെയ്യും. സുധീരൻ ഇടപെട്ടതിന് ശേഷവും അതിന് ഒരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് ഷാലു മാത്യു കോട്ടയത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. മംഗളത്തിൻ്റെ കണ്ണാടിപ്പുറത്ത് അതിങ്ങനെ: തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റ് പദവി സംബന്ധിച്ച് KPCC അധ്യക്ഷൻ VM സുധീരൻ്റെ നിർദ്ദേശം പാർട്ടി തലത്തിൽ അട്ടിമറിക്കപ്പെടുന്നു. തദ്ദേശ ഭരണം സുഗമമാക്കാൻ പ്രസിഡന്റ് പദവി ഒരാൾ തന്നെ വഹിക്കണമെന്നായിരുന്നു സുധീരൻ്റെ നിർദ്ദേശം. എന്നാൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ കാലാവധി വീതം വയ്ക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ലെന്നാണ് AI വിഭാഗങ്ങളുടെ തീരുമാനം. അവശേഷിക്കുന്ന ഒരു വർഷത്തേക്ക് നവംബർ 30-ന് മുമ്പ് പദവികൾ പങ്കിടാൻ ധാരണയായി എന്ന് പറയുമ്പോൾ KPCC പ്രസിഡന്റ് രംഗത്ത് വന്നതുവഴി കാര്യമായ മാറ്റം എന്നല്ല, യാതൊരു മാറ്റവും, പഴയ രീതികൾക്ക് യാതൊരു മാറ്റവും ഇപ്പോഴും സംഭവിച്ചിട്ടില്ല എന്നാണ് മംഗളം ഈ വാർത്തയിൽ നമ്മോട് പറയുന്നത്. അമേരിക്കയിലെ മലയാളി കൊല നടത്തി തുടർന്ന് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ആ ദുരന്ത വാർത്ത ഇന്ന് കേരളകൗമുദി ഒന്നാമത്തെ വാർത്തയാക്കി തരുന്നുണ്ട്. ഹൂസ്റ്റൺ ആശുപത്രിയിൽ മലയാളി യുവതിയെ വെടിവെച്ച് കൊന്ന് മലയാളി ജീവനൊടുക്കി. വിശദാംശങ്ങൾ കാണുക. അമേരിക്കയിൽ ഹൂസ്റ്റണിലെ ബെൻട്രോപ്പ് ജനറൽ ആശുപത്രിയിൽ യുവതിയായ മലയാളി ഫാർമസിസ്റ്റിനെ വെടിവെച്ച് കൊന്ന ശേഷം മലയാളിയായ ഫാർമസി ടെക് സ്വയം വെടിവെച്ച് മരിച്ചു. ഫാർമസി ടെക് ജോർജ് തോമസ് വള്ളക്കാപ്പിൽ ആണ് ഫാർമസിസ്റ്റ് റീന കോശി അജിത്തിനെ കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയത്. രണ്ടുപേരും ഈരാറ്റുപേട്ട സ്വദേശികളുമാണ് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇനി ഇന്നത്തെ മുഖപ്രസംഗങ്ങൾ. കള്ളപ്പണം പുറത്തേക്ക് പോയ കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരും. അത് ഇന്ത്യയുടെ തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും. അതുവഴി കള്ളപ്പണ നിക്ഷേപകർക്കെതിരെ നടപടികൾ സ്വീകരിക്കും. ഇതൊക്കെയായിരുന്നു LK അദ്വാനിയുടെ കാലം മുതൽ തന്നെ, 10 വർഷം മുമ്പ് മുതൽ തന്നെ BJP പറഞ്ഞുകൊണ്ടിരുന്നത്. അധികാരത്തിൽ വന്നപ്പോൾ അവർക്കതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നരേന്ദ്രമോദി ഇത്തവണ വലിയ വിജയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം പ്രസംഗിച്ചതും കള്ളപ്പണം 100 ദിവസത്തിനകം കൊണ്ടുവരുമെന്നാണ്. 100 ദിവസം പോയി, 4 മാസം കഴിഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അതേ സംബന്ധിച്ച് ദേശാഭിമാനി കള്ളപ്പണ കണക്ക് കള്ളക്കളി എന്തിന് കാണുക. ദേശാഭിമാനി എഴുതുന്നത്: വിദേശ നിക്ഷേപമുള്ള കള്ളപ്പണക്കാരുടെ കാവൽക്കാരാണോ ഭരണത്തിലുള്ളത് എന്ന് മൂർച്ചയോടെ ചോദിച്ചുകൊണ്ട് സുപ്രീം കോടതി ഇടപെട്ടതിനെ തുടർന്ന് മാത്രമാണ് UPA സർക്കാർ മടിച്ചാണെങ്കിലും 1-ാം പട്ടികയെങ്കിലും കൈപ്പറ്റിയത്. 2-ാം പട്ടിക ഒരിക്കലും കിട്ടാതിരിക്കാനുള്ള മുൻകരുതലുകളും അവർ കൈക്കൊണ്ടു. BJPയും നരേന്ദ്രമോദിയും തെരഞ്ഞെടുപ്പ് പ്രചരണഘട്ടത്തിൽ ഇത് വലിയ ആയുധമാക്കി. തങ്ങൾ അധികാരത്തിലെത്തിയാൽ കള്ളപ്പണക്കാരെ പുറത്തു കൊണ്ടുവരുമെന്ന് രാജ്യമാകെ പ്രസംഗിച്ച് നടന്നു. എന്നാൽ അധികാരം കിട്ടിയപ്പോൾ ആ വഴിക്കുള്ള നീക്കങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്തു. സർക്കാരിൻ്റെ കൈവശമുള്ള ലിസ്റ്റ് പരസ്യമാക്കിയില്ല, കോടതിയിൽ കൊടുത്തുമില്ല, കടപ്പത്രങ്ങൾ രൂപപ്പെടുത്തിയതുമില്ല. എന്ന് മാത്രമല്ല, 2-ാം ലിസ്റ്റ് കിട്ടാൻ ഒരു കത്ത് പോലും അയച്ചതുമില്ല. ഇതിൽ നിന്നൊക്കെ തന്നെ BJP സർക്കാരിൻ്റെ മനസ്സിലിരിപ്പ് വ്യക്തമാകുന്നുണ്ട്. കള്ളപ്പണ നിക്ഷേപക്കാരുടെ പട്ടികയിൽ കോൺഗ്രസ്സുകാരും BJPക്കാരും ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. മാറി മാറി ഇരു സർക്കാരുകളുടെയും അധികാരത്തിൽ കൊണ്ടുവരുന്ന കോർപ്പറേറ്റ് വമ്പന്മാരുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കള്ളപ്പണക്കാരുടെ ലിസ്റ്റ് പുറത്തുവിടും മുമ്പ് UPA സർക്കാരും ഇപ്പോൾ BJP സർക്കാരും വൈമുഖ്യം പുലർത്തുന്നത്. നരേന്ദ്രമോദി സർക്കാരാകട്ടെ കയ്യിലുള്ള ലിസ്റ്റ് വെച്ച് കോൺഗ്രസിനെ മെരുക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഇനി ഇന്നത്തെ കാർട്ടൂൺ. ഇന്ത്യയിൽ നിന്ന് പോയ കള്ളപ്പണം തിരികെ കൊണ്ടുവരും. തെരഞ്ഞെടുപ്പിന് മുമ്പ് മോദി അങ്ങനെ പറഞ്ഞു. എന്നാൽ അദ്ദേഹം പ്രധാനമന്ത്രിയായി 4 മാസം കഴിഞ്ഞു. എന്താണ് ആ രംഗത്ത് സംഭവിക്കുന്നത്? ഈ കാർട്ടൂൺ കാണുക. ധനമന്ത്രി ജെയ്റ്റ്ലിയാണ് കാർട്ടൂണിൽ. കയ്യിൽ ക്രിക്കറ്റ് ബാറ്റും കാലിൽ പാടും കെട്ടിയാണ് ധനമന്ത്രി ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ കള്ളപ്പണ വേട്ട ഒരു ക്രിക്കറ്റ് കളിയല്ല, മറിച്ച് തനിക്കറിയാത്തൊരു ഫുട്ബോൾ കളിയാണ്. തനിക്ക് വഴങ്ങാത്ത ഒരു വ്യത്യസ്ത കളി എന്നറിയുന്ന ജെയ്റ്റ്ലിയുടെ ജാള്യം കേശവ് കാർട്ടൂണാക്കി ഹിന്ദുവിൻ തന്നിരിക്കുന്നു. ഇനി ഇന്നത്തെ ചിത്രം. ഇന്ന് ഐക്യരാഷ്ട്രസഭാ ദിനമാണ്. ഓരോ മനുഷ്യനും ലോകവുമായി കണ്ണി ചേർക്കപ്പെടുന്നത് ഓർമ്മിക്കുന്ന ദിനം. ഈ ചിത്രം കാണുക. ഈ ദിനാചരണത്തിൻ്റെ ഭാഗമായ ഐക്യരാഷ്ട്രസഭ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മേലുള്ള ദേശീയ പതാകയ്ക്കൊപ്പം ഉയർത്താൻ ശ്രമിക്കുന്ന ജോലിക്കാരുടെ ചിത്രം ഇന്ന് ഹിന്ദു അതിൻ്റെ ഉൾപ്പേരിൽ തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് വീക്കെൻഡ്. ഗുഡ് ബൈ.